നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. റേഷൻ കാർഡിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, പുതിയ ആളുകളെ ചേർക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, മരണപ്പെട്ടു പോയ ആളുടെ പേരുകൾ ഒഴിവാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന റേഷൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഷൻ സാധനങ്ങളും മറ്റു കാര്യങ്ങളും വാങ്ങുന്നത്. ഇപ്പോൾ പല കാര്യങ്ങൾക്കും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്കെല്ലാം ചോദിക്കുന്ന രേഖയാണ് റേഷൻ കാർഡ്. അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിൽ പുതിയ ആളുകളെ ചേർക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, മരണപ്പെട്ടു പോയ ആളുടെ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് പേര് ചേർക്കുന്ന ആളുകൾക്കുള്ള അറിയിപ്പുകളാണ്. റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ ഇപ്പോൾ ഒരു അവസാന തീയതി എന്നില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ 2 വയസ്സ് തികയുന്ന ആധാർ കാർഡുള്ള ഏത് കുട്ടിയെയും നമുക്ക് റേഷൻ കാർഡിൽ പേര് ചേർക്കാം. അതിന് വേണ്ടത് ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും, ഈ 2 രേഖകൾ മാത്രം നമുക്ക് മതിയാകും. ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്. സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിലേക്ക് കുട്ടികളെ ചേർക്കേണ്ടത്. അതിന് കുട്ടി നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും രേഖയുമായി നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ സെൻറ്ററിൽ നേരിട്ട് ചെന്നാൽ മാത്രം മതി. സപ്ലൈ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് വിവാഹം കഴിച്ചും മറ്റും കൊണ്ടുവരുന്ന ആളുകളെ ചേർക്കാൻ നിലവിൽ അവരുടെ പേരുള്ള റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രം മതി. മറ്റു രേഖയുടെയും ആവശ്യമില്ല. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. സപ്ലൈ ഓഫീസിലോ മറ്റ് റേഷൻ കടകളിലോ നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ വഴി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പേര് ചേർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 ദിവസങ്ങളിൽ തന്നെ അത് അപ്രൂവൽ ആകുകയും പിന്നീട് റേഷൻ കാർഡ് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന തന്നെ അതിൻ്റെ പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. നിങ്ങൾ ഏത് ഓൺലൈൻ സെൻറ്ററിൽ നിന്നാണോ അത് അപേക്ഷ കൊടുത്തത്, ആ സെൻറ്ററിൽ നിന്നും അതിൻ്റെ പ്രിൻ്റ് എടുക്കുകയും അത് പ്രിൻ്റ് നിങ്ങൾക്ക് ഒറിജിനൽ റേഷൻ കാർഡായി ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മരണപ്പെട്ടു പോയ ആളുടെ പേരുകളെ കുറിച്ചാണ്. നമ്മുടെ റേഷൻ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ അവരുടെ പേരിൽ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും നമ്മൾ കിലോ അരിയുടെയും തുക കണക്കാക്കി അതിൻ്റെ 12% പലിശയും കൂട്ടി നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഇതിൽ പ്രത്യേകിച്ച് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ മാസവും 5 കിലോ ധാന്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. ഇത് കണക്കാക്കിയായിരിക്കും നമ്മൾ ഫൈൻ അടക്കേണ്ടി വരുന്നത്. നിർബന്ധമായിട്ടും നമ്മൾ അവരുടെ പേര്, മരണപ്പെട്ട ആളുടെ പേര് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. 40 ദിവസത്തിനകം തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം പിന്നീട് നമ്മൾ എന്നാണോ ഒഴിവാക്കുന്നത് ആ തീയതിക്ക് ശേഷമുള്ള ഫൈനുകൾ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റുമായി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പേര് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ വ്യക്തി കുടുംബനാഥയാണെങ്കിൽ വീട്ടിലുള്ള മറ്റ് മുതിർന്ന അംഗത്തെ നിങ്ങൾക്ക് കുടുംബനാഥയാക്കി നിങ്ങൾക്കും പുതിയ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ അപേക്ഷിക്കുകയാണെങ്കിൽ പുതിയ ആളുടെ ഫോട്ടോ, ആധാർ കാർഡ് കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ വെക്കേണ്ടി വരും. അതിനുശേഷം പുതിയ ആളുടെ ഫോട്ടോ വെച്ചുള്ള റേഷൻ കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാനും ഇപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു കാര്യങ്ങൾക്കും നമ്മൾ സപ്ലൈ ഓഫീസുകളിലോ മറ്റ് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. പ്രവാസികളായ ആളുകൾക്കും അതുപോലെ തന്നെ വീട്ടിൽ മറ്റ് ഓഫീസുകളിൽ പോകാൻ സൗകര്യമില്ലാത്ത ആളുകൾക്കും നമുക്ക് ഇപ്പോൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ആവശ്യമുള്ള ആളുകൾ, ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ താഴെ ഒന്ന് വാട്സപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ്. നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ആളുകളെ റേഷൻ കാർഡുകൾ ചേർക്കൽ, മരണപ്പെട്ട ആളുടെ പേര് ഒഴിവാക്കൽ, അതുപോലെ തന്നെ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കൽ അടക്കമുള്ള റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴി ചെയ്തു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.